തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയ കൊളറാഡോ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൂപ്പർ ട്യൂസ്ഡേയിൽ 15 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രൈമറി ഇലക്ഷൻ ട്രംപിന് നിർണായകമാവുകയും ചെയ്തു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, എന്താണ് ട്രംപിന്റെ അവസ്ഥ നിലവിൽ? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഡബിൾ എനർജിയിലായിരിക്കും ചൊവ്വാഴ്ച നടക്കുന്ന ഈ സൂപ്പർ ട്യൂസ്ഡേ എന്ന് അമേരിക്കൻ രാഷ്ട്രീയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന പ്രൈമറി ഇലക്ഷനെ നേരിടുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 സംസ്ഥാനങ്ങൾ, അതായത് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്ന ഇരു പാർട്ടികളുടെയും പാർട്ടി സമ്മേളനത്തിലെ 1/3 പ്രതിനിധികളുടെ മനസ്സറിയുന്ന ഒരു ദിവസം കൂടിയാണ് ഈ സൂപ്പർ ട്യൂസ്ഡേ. സൂപ്പർ ട്യൂസ്ഡേ കഴിയുന്നതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഒക്കെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ രൂപപ്പെടും. ജൂലൈയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പാർട്ടി കൺവെൻഷനിലായിരിക്കും ഈ പ്രതിനിധികൾ എന്നാൽ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയും ഈ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ബാലറ്റിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യുവാനുള്ള കൊളറാഡോ സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളുടെ നീക്കമാണെന്ന് സുപ്രീം കോടതി വിലക്കിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഇതിൽ ശ്രദ്ധേയം 9 പേരുള്ള ഈ സുപ്രീം കോടതി ബെഞ്ചിൽ അന്തിമ വിധി ഐക്യകണ്ഠേനയായിരുന്നു. ക്യാപിറ്റോൾ ഹിൽ കലാപത്തിന് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തുവെന്ന് കാണിച്ചായിരുന്നു ബാലറ്റിൽ നിന്ന് ട്രംപിന്റെ പേര് നീക്കം ചെയ്യണമെന്നുള്ളൊരു ആവശ്യമുയർന്നത്. എന്നാൽ അമേരിക്കയുടെ ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ സെക്ഷൻ 3 പ്രകാരം സംസ്ഥാനങ്ങൾ ട്രംപിനെ വിലക്കരുതെന്ന് സുപ്രീം കോടതി ഒരേ സ്വരത്തിൽ പറയുകയായിരുന്നു. സ്മിത, പ്രവിത. മധു, ഏതായാലും കുറെ തിരിച്ചടികൾക്ക് ശേഷം ഇതിപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ട്രംപിന് നൽകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമാവുകയും ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ ട്രംപ് അങ്ങനെ വലിയ സന്തോഷത്തിലായിരിക്കും തീർച്ചയായും.